ആസിഫ് അലി നായകനാവുന്ന പുതിയ ഒരു പാൻ ഇന്ത്യൻ ഹൈ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമയാണ് ടിക്കി ടാക്ക. ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ട് സിനിമയുടെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെന്തുവാടേ, വോൾവറീനോ? സിനിമ ഹോളിവുഡ് സ്റ്റൈലിലൊക്കെയാണ് മേക്ക് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അവസാനത്തെ ഔട്ട്പുട്ട് എന്താവോ കണ്ട് തന്നെ അറിയണം. സന്ദീപ് പ്രദീപ് നായകനായ പുതിയ സിനിമയായിരുന്നു എക്കോ. സിനിമ തിയേറ്ററിലേക്ക് പോസിറ്റീവ് റിവ്യൂസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു. ഇപ്പോൾ ഇതാ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം മേടിച്ചിരിക്കുന്നത്. ഈ വരുന്ന 31-ാം തീയതി ആയിരിക്കും സിനിമ ഒഫീഷ്യലി നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. ഓരോ പടം കഴിയുമ്പോഴും സന്ദീപിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രദീപ് നായകനായിട്ട് ഇനി റിലീസിനെത്താൻ ഒരുങ്ങുന്ന പുതിയ സിനിമയാണ് ലിക്ക്. സിനിമയുടെ റിലീസ് ഈ വർഷം ഉണ്ടാവുന്നില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി മാസം വാലന്റൈൻസ് ഡേക്ക് റിലീസിനെത്തുമാണ് ഇപ്പോൾ ഏകദേശം ഒരു റൂമർ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ഒരു ഫാൻറ്റസി ലെവലിലുള്ള സിനിമ തന്നെയാണ്. സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ടീസർ കണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പ്രദീപ് തന്നെ സംവിധാനം ചെയ്ത് നായകനാവുന്ന ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. ആ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ ദളപതി വിജയ്ക്ക് വേണ്ടി എഴുതിയതാണെന്നും അതിപ്പോൾ പറ്റാത്ത കൊണ്ട് പുള്ളിക്കാരൻ തന്നെ നായകനാവുന്നതുകൊണ്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്തരാവോ എന്തോ അവസാനം ഇവിടം വരെ എത്തി.